ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ട് പീസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചുരിദാർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഒരു കട്ട് പീസ് കൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. യോക്ക് ഭാഗം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുണി ഇങ്ങനെ 4ആയി മടക്കിയിടണം. മടക്കിയിട്ടതിന് ശേഷം ആദ്യം തന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കണം. പിന്നെ ഷോൾഡർ 5 ഇഞ്ചാണ് വേണ്ടത്. ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ ആം ഹോള് 5 ഇഞ്ച് അടയാളപ്പെടുത്തണം. താഴോട്ട് 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. അതിനുശേഷം ചെസ്റ്റ് 6.5 ഇഞ്ച് 1 ഇഞ്ച് സീം അലവൻസ് അടയാളപ്പെടുത്തണേ. ഇതിൻ്റെ ഇറക്കം 10.5 ഇഞ്ച്. ഇത് വേസ്റ്റ് വണ്ണം 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 6 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്തണം. ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം 1 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. ഞാനിങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് ഇറക്കമാണ് അടയാളപ്പെടുത്തുന്നത്. ബാക്ക് നെക്ക് 2 ഇഞ്ചാണ് ആദ്യം അടയാളപ്പെടുത്തുന്നത്. 2 ഇഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചതിന് ശേഷം ഫ്രണ്ട് നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇങ്ങനെ 3.5 ഇഞ്ച് വെച്ച് വരഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇങ്ങോട്ട് 2 ഇഞ്ചിൽ ഇങ്ങോട്ടും വരച്ചെടുക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് കർവ് ചെയ്തെടുക്കണം. ഈ ആം ഹോളും ഇങ്ങനെ കർവ് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് ഒരു ഷോൾഡർ സോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വരച്ചതിന് ശേഷം ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ നെക്കും അംഹോളും ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കിൽ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് ഹുക്ക് വെക്കാനായിട്ട്. അതിന് ചെറിയൊരു 2 ഇഞ്ച് വീതിയോ ഒരു 4 ഇഞ്ച് നീളമുള്ളൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് താഴോട്ട് ഫ്രില്ലിടാനായിട്ടുള്ള പീസാണ്. ഇതിൻ്റെ ഇറക്കം 13 ഇഞ്ചും വീതി യോക്ക് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഇരട്ടിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുള്ള തുണി കേട്ടോ. അപ്പം യോക്ക് പോർഷൻ ഇതാ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പണൊക്കെ ഇട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കണം. യോജിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബാക്കിലോട്ട് കെട്ടാനുള്ള ഒരു സ്ട്രാപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം താഴോട്ടുള്ള സ്കേർട്ട് പോർഷൻ നമ്മൾ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചെറിയ ഫ്രില്ലിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ചെറിയ ഫ്രില്ലിട്ട് ഞാനിത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗവും യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിക്കുന്നതിന് മുമ്പായിട്ട് മറ്റേ സ്ട്രാപ്പ് എടുത്തിട്ട് വെച്ചിട്ട് രണ്ടും കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് ഈ ഭാഗവും കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അടിയിലുള്ള ഫ്രില്ല് വെക്കാനുള്ള തുണി 5 ഇഞ്ചാണ്. 5 ഇഞ്ച് അതിൻ്റെ ഒരു വശം ഞാൻ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതും ചെറിയ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഇതാ കുഞ്ഞൊരു ബോ വെച്ചെടുത്തിട്ടുണ്ട്. ബാക്കിൽ ഓപ്പൺ ഇട്ട് ഒരു ഹുക്കും ഒരു ബട്ടൺസും വെച്ചെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ആണ് ടൈം വെച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.